ലിയാനെ. നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പറയും ആരെങ്കിലും 2-3 പേരെ റെക്കമെൻഡ് ചെയ്യണേ. അതുപോലെയായി മാറിയിരിക്കുന്നു ഇന്ന് ഇസ്ലാം. ഇവര് പ്രചരിപ്പിക്കുകയാണ് വാർത്തകൾ. ശരി, സത്യമാണെങ്കിലും ഇരിക്കട്ടെ. 50 വയസ്സുള്ള ബുദ്ധസന്യാസിയും ബുദ്ധവിശ്വാസിയുമായിരുന്ന യുവതിയും തായ്വാനിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ചു എന്ന വാർത്ത. ഇതാ യുവതി അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല കേട്ടോ. മറ്റൊരു വാർത്തയാണ്. നമ്മൾ വരുന്നത് സാനിയ മിർസയിലേക്ക് തന്നെയാണ്. എനിക്കറിയാം. സുശീലൻ സുലൈമാൻ ആയത് നിങ്ങൾ കണ്ടിരുന്നോ? മതം മാറിയതിന്റെ പേരിൽ മനോരോഗി എന്ന് വരുത്തി തടവിലാക്കി ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കിയ ഒരു പ്രവാസി കോടതി ഇടപെട്ട് അദ്ദേഹത്തെ മോചിപ്പിക്കുന്നു. ആലുവ കുട്ടമശ്ശേരിയിൽ നിന്ന് കാണാതായ സുശീലൻ എന്ന 48-കാരൻ സുലൈമാൻ തൊടുപുഴ പൈൻകുളത്തെ SH മാനസിക രോഗാശുപത്രിയിൽ നിന്ന് കോടതി ഇടപെട്ട് മോചിപ്പിക്കുകയാണ്. ചങ്ങലകളിൽ ബന്ധിച്ച്, വായിൽ പ്ലാസ്റ്റർ പതിച്ച്, തൂകൽ ബെൽറ്റുകൾ കൊണ്ട് പൊതിരെ തല്ലി 11 ദിവസത്തെ ക്രൂര പീഡനങ്ങൾക്കൊടുവിലാണ് ബുധനാഴ്ച വൈകിട്ടോടെ ആലുവ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇദ്ദേഹത്തെ മോചിപ്പിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ പാർപ്പിച്ച കേസില് സുലൈമാന്റെ ഭാര്യ സഹോദരൻ, സഹോദരി, പുത്രൻ എന്നിവർക്കെതിരെ കേസെടുക്കാനും പൈങ്കുളം ആശുപത്രിയിലെ ദുരൂഹ പ്രവർത്തനങ്ങൾക്കെതിരെ അന്വേഷണം നടത്താനും കോടതി പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. സുലൈമാന്റെ സുഹൃത്തായ സിയാദ് ചാലക്കൽ നൽകിയ പരാതിയിലാണ് കോടതി ഇടപെട്ട് മോചനം സാധ്യമാക്കുന്നത്. നേരത്തെ തന്നെ അനധികൃതമായ തടങ്കൽ മർദ്ദനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച പൈങ്കുളം SH ആശുപത്രിക്കെതിരെ ഉന്നത തലത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നതിനിടയിലായിരുന്നു പുതിയ സംഭവങ്ങളും വിവാദമാകുന്നതും കോടതി ഇടപെടുന്നത്. 20 വർഷമായി പ്രവാസ ജീവിതം തുടരുന്ന സുശീലൻ 5 വർഷം മുമ്പാണ് സൗദിയിൽ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. ഇതിന് മൗനാനുവാദം നൽകിയ കുടുംബം പിന്നീട് അദ്ദേഹം മാർച്ചിൽ നാട്ടിലെത്തുന്നു. സുലൈമാനെതിരെ തിരിഞ്ഞു. സുലൈമാനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത് ഇദ്ദേഹം മാർച്ച് 3-ാം തീയതി നാട്ടിലെത്തി ഭാര്യയോടൊത്ത് കഴിഞ്ഞു, ചാലക്കൽ മഹലിൽ അംഗത്വം എടുത്തു, ഇതിനിടയിൽ അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നു, മതം മാറ്റാൻ ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തിനെതിരെ ഭാര്യ ആലുവ റൂറൽ SP പരാതി നൽകുന്നു. അതായത് സുശീലൻ സുലൈമാനായി ഇനി ഭാര്യ മക്കളും കൂടി അതിലേക്ക് വരണം. അതാ ഞാൻ പറഞ്ഞത്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പോലെ ഇതൊരു ബൈനറി പ്ലാൻ ആണ്. നമ്മൾ ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 2 പേരെ കൊണ്ടുവരണം, ഇടതും വലതും. അങ്ങനെ മാർച്ച് 22-ാം തീയതി ഭാര്യയുടെ പരാതി, സുലൈമാൻ അറസ്റ്റിലാകുന്നു. മഹല്ല് ഭാരവാഹികൾ വന്ന് അദ്ദേഹത്തെ ജാമ്യത്തിൽ ഇറക്കുന്നു. വീട്ടിൽ കയറരുത്, 3 ദിവസത്തിന് ശേഷം ജാമ്യം പുതുക്കണം എന്നീ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. ആലുവ സ്വദേശി സിയാദാണ് ഇദ്ദേഹത്തെ ജാമ്യത്തിൽ എടുക്കുന്നത്. തുടർന്ന് പ്രദേശത്തെ മജീദ് എന്നയാളുടെ സംരക്ഷണയിൽ കഴിഞ്ഞു വരുന്നതിനിടയിൽ മെയ് 7-ാം തീയതി ചിലർ ഭാര്യയെ കൊണ്ട് അനുനയത്തിൽ ഫോണിൽ വിളിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തെ വരുത്തി ബലമായി പൈങ്കുളം SH മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുന്നു. അവരെയും തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. ഈ മതത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ പോകുന്നതെന്ന് അവർ ചിന്തിച്ചിരിക്കും. പിന്നെ മറ്റുള്ളവരെ അങ്ങനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുവാണല്ലോ. മഹല്ല് ഭാരവാഹികളുടെയൊക്കെ സമ്മതത്തോടെ മെയ് 7-ാം തീയതി വീട്ടിലേക്ക് പോയ ഇദ്ദേഹത്തെ 8-ാം തീയതി രാവിലെയാണ് ഇദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അറിയിച്ചു. വൈകിട്ട് ഒരു വീട്ടില് നോമ്പ് തുറക്കാമെന്ന് ഏറ്റിരുന്ന സുലൈമാനെ കണ്ടില്ല. ഇസ്ലാമിലേക്ക് വന്നതല്ലേ, ഇനി പരസ്യങ്ങൾ വേണ്ടേ, അപ്പൊ നോമ്പ് തുറയും സൽക്കാരങ്ങളും ഒക്കെ കെങ്കേമമായിട്ടുണ്ടാകും. ഭാര്യ ബന്ധപ്പെട്ടു, കൃത്യമായ മറുപടി ലഭിച്ചില്ല. വീണ്ടും ബന്ധപ്പെട്ടു, പറവൂരിലെ ബന്ധുവീട്ടിൽ പോയതാണെന്ന് അറിയിച്ചു. പറവൂരിലെ വീട്ടിൽ നിന്ന് അതിനെ തുടർന്ന് മെയ് 9-ാം തീയതി അദ്ദേഹത്തെ കാണാനില്ല എന്ന് കാണിച്ച ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ജാമ്യക്കാരനായ സിയാദ് പരാതി നൽകുന്നു. ഇതിലാദ്യം പോലീസ് മൈൻഡ് ചെയ്തില്ല. ശക്തമായ സമ്മർദ്ദമുണ്ടായി. മെയ് 11-ാം തീയതി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തയ്യാറാകുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കണ്ടെത്താൻ പോലീസിന് കാര്യമായ ശ്രമങ്ങളൊന്നും നടത്തിയില്ല. അതിനിടയിൽ സുലൈമാൻ പൈൻകുളം SH ആശുപത്രിയിലുണ്ട്, SH ആശുപത്രിയിലുണ്ട് എന്ന വിവരം ലഭിക്കുന്നു. സിയാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ കാണാൻ പറ്റിയില്ല. ആശുപത്രിക്കാർ സമ്മതിച്ചില്ല. വീണ്ടും തുടർന്ന് നാട്ടുകാർ സേവ് സുലൈമാൻ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. അതൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ ഈസിയാണ്. കൗൺസിൽ പോസ്റ്റർ പ്രചാരണം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് വന്നു. പോലീസ് കേസിൽ ഒത്തുകളിക്കുവാണ് എന്ന് സേവ് സുലൈമാൻ ആക്ഷൻ കൗൺസിൽ പറഞ്ഞു. ഇതിനിടയിൽ സുലൈമാനിൽ നിന്ന് പോലീസ് രേഖപ്പെടുത്തിയ മൊഴി സമാനം തന്നെയായിരുന്നു.
സുലൈമാന് കൂടുതൽ ചികിത്സ വേണം എന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും പോലീസ് ഹാജരാക്കി. ഇത് പ്രകാരം മാൻ മിസ്സിംഗുമായി ബന്ധപ്പെട്ട കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് പരാതിക്കാരെ സമീപിച്ചു. ഒരു വഴങ്ങിയില്ല. ഇതിനിടയിൽ അഡ്വക്കേറ്റ് ഹാരിസ് ആലുവ മുഖാന്തിരം ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ സെർച്ച് പെറ്റീഷൻ ഫയൽ ചെയ്തു. അത് പ്രകാരം 21-ാം തീയതി സുലൈമാനെ നേരിട്ട് ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. പിന്നീട് പോലീസ് ഇദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. തുടർന്ന് നൽകിയ മൊഴിയിൽ ആശുപത്രിയിൽ നേരിട്ട ക്രൂരമായ പീഡനങ്ങളെ കുറിച്ച് സുലൈമാൻ മൊഴി നൽകി. കൗൺസിലിംഗിനാണ് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ സുലൈമാൻ എത്തുന്നു. സുലൈമാനെ അവരെത്തിക്കുന്നു. ഇഞ്ചക്ഷനെ തുടർന്ന് ഉറങ്ങിപ്പോകുന്നു. ഉണർന്നപ്പോൾ സെല്ലിൽ അടച്ചിട്ട രൂപത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. പിന്നീട് ബഹളം വെച്ചു. ആശുപത്രി ജീവനക്കാരായിട്ടുള്ള ഒരു സംഘം എത്തുന്നു. കയ്യിലും കാലിലും കഴുത്തിലും ഒക്കെ ചങ്ങലയിട്ട് ബന്ധിക്കുന്നു. ക്രൂരമർദ്ദനത്തിന് ഇരയാക്കുന്നു. ഇതൊക്കെ സുലൈമാൻ പറയുന്നത് തന്നെയാണ്. അങ്ങനെ സംഭവിച്ചേക്കാം. സംഭവിച്ചെങ്കിൽ ഖേദകരമാണ്. ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം സ്വീകരിക്കാനും നിരാകരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടായിരിക്കെ സുലൈമാൻ അത് നിഷേധിക്കുന്നതിനോട് നമുക്കാർക്കും യാതൊരു താല്പര്യവുമില്ല. അപ്പോ ഏതു മതത്തിൽ വിശ്വസിക്കാനും ഏതു മതം നിരാകരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ ആരെയും ഒരു കാര്യവും അടിച്ചേൽപ്പിക്കേണ്ടുന്ന വസ്തുതയല്ല. എനിക്ക് വേണമെങ്കിൽ എനിക്ക് ആ മതത്തിൽ നിൽക്കാം, വേണ്ടെങ്കിൽ വേണ്ട, അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ ഒരു മതത്തിലേക്ക് നിർബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഈ എതിർക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമുള്ളത്. ഇതൊക്കെ കേരളത്തിൽ പിഴച്ചു പറ്റല്ലോന്നോ? അയ്യോ, വാപ്പ ആരാണെന്ന് അറിയാത്ത ഒരുത്തനാണ്. അവന്റെ പേര് ഇന്ത്യൻ എന്നാണ്. അതാണ് വിഷമം. അബ്ദുൽ അസീസ് ഏതോ മാറിടം തൊടുത്ത ഹൂറിയെ കാണാൻ വന്നതാണോ ഇവിടെ? എന്നാ പിന്നെ വീട്ടിൽ പോയി കണ്ടാ പോരെടാ. നിന്റെ വീട്ടിലല്ലേ ഉമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ടാകുമല്ലോ. അവിടെ പോയി അവരെ കാണ്. അതാകുമ്പം പുറത്താരും അറിയത്തുമില്ലല്ലോ. നിഷാദ് ഉമ്മയെ പണിഞ്ഞിട്ട് വരുവാണെന്ന്. അതെന്തിനാണ് അവിടെ പുറത്ത് നമ്മളോട് പറയുന്നത്? നീ നിന്റെ ഉമ്മയുമായിട്ട് നീ മദ്രസയിൽ പഠിച്ചതല്ലേ, സ്വാഭാവികമായിട്ടും നീ അങ്ങനെ ചെയ്യുന്ന ആളായിരിക്കും. അത് നമുക്കറിയാം. നീ അത് പുറത്ത് പറയേണ്ട കാര്യമുണ്ടോ? ചന്ദ്രബോസ്, താങ്ക് യു. തലയ്ക്കകത്ത് വെളിവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ട്. ഷീ വേൾഡ്. ഓ, അമ്മയെ കൊന്നിട്ട് വരുവാണെന്നോ? ഉമ്മയെ കൊന്നിട്ട് വരുവാണെന്നോ? ഉമ്മയെ പിടിച്ച് എവിടെയാ ഇട്ടത്? കിണറ്റിലാ വലിച്ചെറിഞ്ഞിട്ട് വരുവാണെന്നോ? ശരി. ജോളി തോമസ്. അയ്യോ, പെണ്ണ് കാണാൻ വന്നതാടാ നീ? യാസീൻ. വാപ്പ ചത്തപ്പ യാസീൻ ഓതാൻ പറ്റിയില്ലെന്നോ? അതിന് മദ്രസയിൽ പോയി പഠിക്കണ്ടടാ എന്തെങ്കിലും. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും ഉളുപ്പില്ല. എത്ര തന്തയ്ക്കും തള്ളയ്ക്കും വിളി കേൾപ്പിക്കുന്നു. ഇവനെയൊക്കെ പിഴച്ചു പറ്റൂ എന്നുള്ള ഇതാണ്. സന മുതൂരൻ എന്ത് മറുപടി? ഹായ് സന, ഹായ് പറഞ്ഞു. ഞാൻ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, അപ്പം ഹായ് പറയാനൊന്നുമില്ല. അങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയില്ല. റോയൽ ഫീൽഡ്. എടാ, നിന്റെ ഉമ്മായോട് പോയി ചോദിക്കടാ നിന്റെ വാപ്പ ആരാണെന്ന്. എന്നോട് ചോദിച്ചാൽ എങ്ങനെയാ എനിക്കറിയാൻ പറ്റുക? ഓരോന്ന് പിഴച്ച് പെറ്റ് ഉണ്ടാക്കിയിട്ട് ഇങ്ങ് വരും. സെയ്ദ് അഡ്മിൻ, ഈ 50-ാമത്തെ വയസ്സിൽ ഉമ്മയുടെ മുല കുടിക്കാറുണ്ട് എന്നോ? ശരി, ഉമ്മ തരുമെങ്കിൽ നീ കുടിച്ചോ, അല്ലെങ്കിൽ നിർബന്ധിച്ച് പോയി കുടിച്ചോ, കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഞങ്ങളോട് വന്ന് പറയേണ്ട കാര്യം എന്താ? അതൊരു സുഖമായിരിക്കും അല്ലേ? മുസ്ലിം കുടുംബങ്ങളിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് 4 പേര് അറിഞ്ഞോട്ടെ എന്നായിരിക്കും അല്ലേ? ഫയാസ്, വാപ്പായാണ് പണിയാറുള്ളത് എന്നോ? അതിപ്പോ എന്നോട് ഇവിടെ വന്ന് ലൈവിൽ പറഞ്ഞിട്ട് എന്താടാ കാര്യം?
അപ്പോൾ ഉസ്താദന്മാരൊക്കെ പ്രകൃതി വിരുദ്ധ പീഡനം ചെയ്യുന്നതിലൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ആ കുഞ്ചു പെലയാടി പെറ്റതാണെന്നോ എന്നോട് ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഇത് പറയുന്നത്? നിങ്ങളുടെയൊക്കെ അവസ്ഥകള്, നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായതാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. സുഹറ ഉമ്മ പലവന്റെ കൂടെ പോയിട്ടുണ്ടായതാണെന്നോ? സുഹറ അതിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ? അഷ്റഫ് ഉമ്മ പലവന്റെ കൂടെ പോകുന്നുണ്ടെന്നോ നിന്റെ? ഇതിപ്പോ എന്നോട് എന്താടി പറയുന്നത്? അതിനെ എഴുതാനും അറിയില്ല. ദേവിക മുറിയനെ വേണമെന്നോ? ഞാൻ അങ്ങനെ ആളെ ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്ന ആളൊന്നുമല്ല, എനിക്കതൊന്നും അറിയില്ല. അങ്ങനെ ഇതിനകത്ത് തന്നെ പോസ്റ്റ്